നമ്മുടെ ഇലക്ട്രിക് വോയിസിന്റെ വോട്ടാനോട്ട് പരമ്പരയിൽ നിന്ന് ഞങ്ങൾ വിലയിരുത്തുന്നത് തൃശ്ശൂർ മണ്ഡലമാണ്. ഇനി അധിക ദിവസങ്ങളില്ല. എന്താണ് തൃശ്ശൂരിന്റെ ഗതികാറ്റ്? തൃശ്ശൂർ പൂരം ഇന്നലെ കഴിഞ്ഞു. തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ആഘോഷം. അവിടുത്തെ ജനങ്ങൾ ഇപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം, ഇവിടെയൊക്കെ ചെയ്യണം, അതൊക്കെ ചെയ്യണം. അവരുടെ മനസ്സിൽ കൃത്യമായ ധാരണയുണ്ട്. അപ്പൊ ഞങ്ങൾ അതിനെ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂർ, ആർക്കും സംശയം വേണ്ട. LDFിന്റെ VS സുനിൽകുമാറും UDFിന്റെ സാക്ഷാൽ കെ മുരളീധരനും BJPയുടെ തുറുപ്പ് ചീട്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുരേഷ് ഗോപിയും മത്സരിക്കും. സുരേഷ് ഗോപിയെ എൻ്റെ സ്വന്തം സ്ഥാനാർത്ഥി എന്ന രൂപത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം 3 തവണ തൃശ്ശൂർ ഈ 1 മാസക്കാലത്തിനുള്ളിൽ വന്നിരിക്കുന്നു, 1.5-2 മാസക്കാലത്തിനകത്ത്. ആദ്യം BJPയുടെ വനിതാ സംഗമത്തിന് അദ്ദേഹം തൃശ്ശൂരിൽ വന്നു, റോഡ് ഷോ നടത്തി, സുരേഷ് ഗോപിയെ പ്രൊമോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂരിൽ വന്നിട്ട് അതൊരു വലിയ രാഷ്ട്രീയ പരിപാടിയാക്കി. അതിനുശേഷം കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത്, തൃശ്ശൂർ മണ്ഡലത്തിനോട് ചേർന്ന് കുന്നംകുളത്ത് നഗരത്തിനോട് ചേർന്ന് വന്നിട്ട് അവിടെ ഷോയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പങ്കെടുത്തു. അപ്പം 3 തവണയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി പ്രധാനമായും തൃശ്ശൂർ എത്തിയത്. ചുരുങ്ങിയ കാര്യമാണ്. അപ്പോൾ എൻ്റെ സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്നൊരു മെസ്സേജ് അവിടെ കൊടുക്കുന്നുണ്ട്. പിന്നെ BJP അണികൾ കേഡർ പ്രചരിപ്പിക്കുന്നത് ഇത്തവണ സുരേഷ് ഏട്ടന് ഒരു ചാൻസ് കൊടുക്കും. വളരെ ഈ വൈകാരികമാണ് കാര്യങ്ങൾ, നമ്മളത് മനസ്സിലാക്കണം. ഇത്തവണ സുരേഷ് ഏട്ടന് ഒരു ചാൻസ് കൊടുക്കും. മോദിയുടെ സ്വന്തം ആളാണ്, കേന്ദ്രമന്ത്രിയാണ്, ഉറപ്പാണ് ജയിച്ചു കഴിഞ്ഞാൽ. ഇതാണ് പ്രചരിപ്പിക്കുന്നത്. ഒരു ചാൻസ് കൊടുക്കും സുരേഷ് ഏട്ടന്. മോദി അടുത്ത തവണ പ്രധാനമന്ത്രി തന്നെയാണ്, ഇദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുക എന്ന് ചോദിക്കുന്നവരോട് തിരിച്ച് ഞങ്ങളൊന്നും പറയുന്നുണ്ട്, തിരിച്ച് ഞങ്ങളും ചോദിച്ചോട്ടെ. ഇദ്ദേഹം രാജ്യസഭയിൽ 5-6 കൊല്ലം അംഗമായിരുന്നില്ല BJP നോമിനിയായിട്ട്. മോദി തന്നെ പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ടൈമിൽ എന്താ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി ആക്കാഞ്ഞത്? സുരേഷ് ഗോപിയെ ചാൻസ് ഉണ്ടായിരുന്നില്ല. എന്താ ഒരു സഹമന്ത്രി പോലും ആക്കാഞ്ഞത് സുരേഷ് ഗോപിയെ? 5-6 കൊല്ലം അദ്ദേഹം വെറും MP ആയിട്ടിരുന്നില്ലേ? എന്നിട്ട് ഇപ്പൊ തൃശ്ശൂർ വന്നിട്ട് നിങ്ങളൊന്ന് ജയിപ്പിച്ചാൽ ഞങ്ങളങ്ങ് മന്ത്രിയാക്കും എന്ന് അതിനകത്തൊരു കാപട്യമുണ്ട് സുഹൃത്തുക്കളെ അത് മനസ്സിലാക്കണം. ജനങ്ങൾ വിഡ്ഢികളൊന്നുമല്ല ഇതൊക്കെ അതേപടി വിഴുങ്ങാൻ. ഇദ്ദേഹം MP എന്ന നിലയിൽ എന്തായിരുന്നു പെർഫോമൻസ് ലെവൽ? എത്ര മാർക്ക് ഇടാൻ പറ്റും? 10. ഇദ്ദേഹം രാജ്യസഭ MP ആയിരുന്നിട്ട് സുരേഷ് ഗോപി എന്തെങ്കിലും കാര്യമായിട്ട് മിണ്ടിയതായിട്ടോ പറഞ്ഞതായിട്ടോ കേരളത്തിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉന്നയിച്ചതായിട്ടോ അല്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നമ്മുടെ മലയാളികളോട് ഞാൻ ചോദിക്കുകയാണ്. രാജ്യസഭ MP എന്ന നിലയിൽ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന്, പെർഫോമൻസിന്, പ്രകടനത്തിന് 10-ൽ 5 മാർക്ക് പോലും കൊടുക്കാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. 5-ൽ താഴെയാണ്. 5-ൽ താഴെ എന്ന് പറഞ്ഞാൽ പിന്നെ പാസ് മാർക്കിലേക്ക് പോകും. 40%. പാസ് മാർക്ക് പോലും കൊടുക്കണോ വേണ്ടോ എന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക. ജയന്റ് കില്ലറായിട്ടാണ് വടകരയിൽ നിന്ന് കെ മുരളീധരൻ വന്നിരിക്കുന്നത്. പാവൻ TN പ്രതാപൻ പോസ്റ്ററൊക്കെ എഴുതി സ്വന്തം കൈകൊണ്ട് തന്നെ പോസ്റ്റർ പിന്നെ ഒട്ടിച്ച് പിന്നെ ചുവരെഴുത്തുമൊക്കെ നടത്തി കുറെ കോൺഗ്രസ്സുകാരെ കൊണ്ടൊക്കെ അങ്ങോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തോട് മത്സരിച്ചോളാൻ ഹൈക്കമാൻഡ് അനന്തവികമായിട്ട് നിർദ്ദേശം കൊടുത്ത് പ്രചരണത്തിന് ഇറങ്ങി അദ്ദേഹം ഒരു 2-3 ലക്ഷം നോട്ടീസ് വല്ല അടിച്ചെല്ലാം കെട്ടിയൊക്കെ ഒട്ടിച്ചോണ്ടിരിക്കുമ്പോൾ ദാ വരുന്നു സ്റ്റോപ്പ് ഇറ്റ്. അതെ, മുരളി വടകരയിൽ നിന്ന് തൃശ്ശൂരേക്ക് വരികയാണ്. പത്മജ കോൺഗ്രസ് വിട്ട് BJP ചേർന്നു. അതുകൊണ്ട് പ്രതാപൻ നിൽക്കണ്ട, അത് ശരിയാവത്തില്ല. മുരളി ജയന്റ് കില്ലറായിട്ട് പത്മജയുടെ പോക്കിനെതിരെ ശക്തമായിട്ട് ആഞ്ഞടിക്കാൻ തൃശ്ശൂരിലേക്ക് വരികയാണ്. അതുകൊണ്ട് പ്രതാപൻ മാറി നിൽക്കുക. പാവം പ്രതാപൻ വടകരയിൽ ജയന്റ് കില്ലറായി. പക്ഷെ മറ്റേ നേമത്ത് എന്താ പറ്റിപ്പോയത്? ജയന്റ് കില്ലറാവാൻ പോയിട്ട്. അപ്പൊ കെ മുരളീധരന്റെ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും? കോൺഗ്രസിന് ഗുണം ചെയ്യും. ഞങ്ങളുടെ വിലയിരുത്തൽ പറയാം, വളരെ വെരി സിമ്പിളായിട്ട് പറയാം. മുരളീധരൻ വന്നതുകൊണ്ട് തന്നെ ഈ മൃദു ഹിന്ദുത്വ വോട്ടുകൾ ഒരുപക്ഷെ മുരളി വന്നിരുന്നില്ലായിരുന്നെങ്കിൽ BJPയുടെ സുരേഷ് ഗോപിക്ക് പോകുമായിരുന്ന മൃദു ഹിന്ദുത്വ കോൺഗ്രസ് വോട്ടുകൾ ഇപ്പൊ മുരളി വന്ന് നിൽക്കുന്നതുകൊണ്ട് അത് കുറച്ച് മുരളി പിടിക്കും. അത് TN പ്രതാപൻ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ കിട്ടില്ലായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മൃദു ഹിന്ദുത്വ വോട്ടുകളിൽ ഒരു പങ്ക് മുരളി പിടിച്ചെടുക്കുകയും അത് ഫലത്തിൽ സുരേഷ് ഗോപിക്ക് പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ആ ഹിന്ദുത്വ വോട്ടുകളിൽ വിള്ളൽ വീഴും.
അത് സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ ക്ഷീണം രണ്ടു പേർക്കാണ്. രണ്ട് പേർക്ക്. ആർക്ക്? കെ മുരളീധരനും സുരേഷ് ഗോപിക്കും. അവിടെ വി എസ് സുനിൽകുമാർ CPIയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഒരു പരിക്കും പറ്റാൻ പോകുന്നില്ല. ഇതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പിന്നെ മത്സരിക്കുന്ന 3 സ്ഥാനാർത്ഥികളിൽ ഏറ്റവും ജനകീയൻ ആരാണ്? ജനകീയൻ VS സുനിൽകുമാർ തന്നെ. ആ മണ്ഡലത്തിലെ തൃശ്ശൂരിലെ മിക്കവാറും എല്ലാ ജനങ്ങളോടും വ്യക്തിപരമായി പോലും പരിചയ ബന്ധങ്ങളുള്ള VS സുനിൽകുമാർ ഏറ്റവും ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തെ തോൽപ്പിക്കുക അത്ര എളുപ്പമല്ല. ആർക്ക്? 2 പേർക്ക്. മുരളീധരനും എളുപ്പമല്ല, സുരേഷ് ഗോപിക്ക് അത്ര എളുപ്പമല്ല. ഞങ്ങളീ പറയുന്നത് ഇടതുപക്ഷം അങ്ങ് ജയം ഉറപ്പിച്ചു എന്ന വിലയിരുത്തലല്ല പറയുന്നത്. ഈ സുനിൽകുമാറിനെ തോൽപ്പിക്കണമെങ്കിൽ സുരേഷ് ഗോപി കുറച്ച് വിയർക്കും, മുരളീധരനും വിയർക്കും. വിയർത്ത് തോൽപ്പിക്കാൻ പറ്റുമോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ ഇടതുപക്ഷം ഇക്കുറി ഒറ്റക്കെട്ടാണ് തൃശ്ശൂരിലെ കാര്യങ്ങൾ. പിന്നെ സുരേഷ് ഗോപിയെ പറ്റിയുള്ള വിലയിരുത്തൽ, അദ്ദേഹം കാണിച്ച ചില കോമാളിത്തരങ്ങൾ, ലൂർദ് മാതാവിന് സ്വർണം ചെമ്പ് ചേർന്ന സ്വർണ്ണ കിരീടം ചാർത്തിയത്, പിന്നെ അദ്ദേഹം പറഞ്ഞ പ്രസ്താവനകൾ, മണിപ്പൂരിലെ ക്രിസ്ത്യൻ സമൂഹങ്ങളെ കുറിച്ച് അവരുടെ പീഡനത്തിന് ഒന്നും ചെയ്തില്ലല്ലോ കേന്ദ്ര സർക്കാർ, അപ്പൊ നരേന്ദ്രമോദിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന തൃശ്ശൂരിൽ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാണ്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, ജാതി മതവും ഒക്കെ ഇലക്ഷനകത്തുണ്ട്. അപ്പം അവിടുത്തെ വോട്ടർമാരുടെ മനസ്സിൽ, അത് ക്രിസ്ത്യാനി ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും, തൃശ്ശൂർ മണ്ഡലത്തിലെ വോട്ടർമാരുടെ മനസ്സിൽ അവരുടേതായ കൃത്യമായ വിലയിരുത്തലുകളുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ്, ഏതൊക്കെ നാണയങ്ങളാണ്, ഇതിൽ ചെമ്പെത്രയുണ്ട്, ഈ 3 സ്ഥാനാർത്ഥികളിൽ തങ്കത്തനിമ ആർക്കുണ്ട്, തങ്കവും ചെമ്പും ചേർന്നത് എത്ര ശതമാനമാണ്, ചെമ്പ് മാത്രം കൂടുതലിട്ടുണ്ടാക്കിയത് എന്താണ്. അപ്പൊ ഈ ശുദ്ധിയെപ്പറ്റി, സ്ഥാനാർത്ഥികളുടെ ശുദ്ധിയെപ്പറ്റി, ഈ 3 പേരെ പറ്റിയും തൃശ്ശൂരിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അവരത് ആ തെരഞ്ഞെടുപ്പിൽ അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ആരും ഒന്നും ഭയപ്പെടണ്ട, അത് അങ്ങനെ തന്നെ വന്നിരിക്കും. ഒരു പൂരമൊന്നും അവിടെ സംഭവിക്കാൻ പോണില്ല, തൃശ്ശൂർ പൂരം പോലെ. നല്ല മത്സരമാണ്. അപ്പൊ കുറച്ച് ജയിക്കുന്ന ആൾ ഇത്ര വോട്ടിന് ജയിക്കും. പക്ഷെ ആ ജയം വളരെ അർഹിക്കുന്ന ജയമായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ മതി. അതോടൊപ്പം ഈ കഴിഞ്ഞ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ ലോക്സഭാ മണ്ഡലത്തിലെ തൃശ്ശൂരിലെ 7 അസംബ്ലി സെഗ്മെന്റിൽ കിട്ടിയ വോട്ട് കൂടി നമ്മളൊന്ന് പരിഗണിക്കുക. 2021 അസംബ്ലി വോട്ട് ടോട്ടൽ തൃശ്ശൂർ ലോക്സഭാ സെഗ്മെന്റിൽ എടുക്കുമ്പോൾ, അസംബ്ലി സെഗ്മെന്റ് ലോക്സഭയിലേക്ക് മാറ്റുമ്പോൾ LDFന് 4,85,117 വോട്ട് ലഭിച്ചു. 7 മണ്ഡലങ്ങളിൽ നിന്നും LDFന് 4,85,117, UDFന് 3,52,788, 3,52,788. BJP 3-ാം സ്ഥാനത്ത് 2,02,256, 2,02,256. അപ്പോ 1-ാം സ്ഥാനത്ത് വന്ന 7 അസംബ്ലി സെഗ്മെന്റിൽ മൊത്തം വോട്ടുകൾ എണ്ണിയപ്പോൾ 1-ാം സ്ഥാനത്ത് വന്ന LDF UDFിനേക്കാൾ 1,37,000-ഓളം വോട്ടുകൾ അധികം നേടി. 2019 ലോക്സഭ TN പ്രതാപന് വൻ ഭൂരിപക്ഷം കിട്ടി. 4,15,000-ത്തിലധികം വോട്ടുകൾ, 39.83%, ഏതാണ്ട് 40% വോട്ടും പോൾ ചെയ്തത് TN പ്രതാപൻ കിട്ടി. അദ്ദേഹം MP ആയി. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 1,00,000-ന് താഴെ 93,633 വോട്ട്. രാജാജി മാത്യു CPIയുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 30.85%. വോട്ടിന്റെ എണ്ണം 3,21,456. അപ്പോൾ ജയിച്ച പ്രതാപനും തൊട്ടടുത്ത് രണ്ടാമത് വന്ന റണ്ണറപ്പ് രാജാജിയും തമ്മിൽ, ഇടതുപക്ഷത്തിന്റെ രാജാജി തമ്മിലുള്ള വോട്ട് വ്യത്യാസം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10%. അതുപോലെ വോട്ട് മാർജിൻ എന്ന് പറയുന്നത് 93,000, 1,00,000-ന് താഴെ 10% വ്യത്യാസമാണ് ഇവിടെ വരുന്നത്. 3-ാം സ്ഥാനത്ത് വന്ന സുരേഷ് ഗോപി കഴിഞ്ഞ ലോക്സഭയിൽ നേടിയത് 28.19%. അതായത് 28% ഒന്ന് കൂട്ടിക്കും, 28.4% ഒന്ന് കൂട്ടിക്കും. അദ്ദേഹത്തിന്റെ വോട്ട് 2,93,822, 2,93,822. 3 ലക്ഷം തികച്ചില്ല സുരേഷ് ഗോപി.
അപ്പോ സുരേഷ് ഗോപിക്ക് ജയിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ മോദിയുടെ ആളായിട്ട് വന്ന് ജയിക്കണമെങ്കിൽ സുരേഷ് ഗോപിയുടെ വോട്ട് ശതമാനത്തിൽ ഒരു 10% ഇൻക്രീസ് ഇത്തവണ ഉണ്ടാവും. 2, കെ മുരളീധരൻ ഫാക്ടറാണ്. പ്രതാപൻ നേടിയ വോട്ട് ഷെയർ നിലനിർത്താൻ മുരളിക്ക് കഴിയുന്നു. അവിടെയാണ് കോൺഗ്രസിന്റെ പരാജയ സാധ്യതകൾ കിടക്കുന്നത്. പത്മജിയുടെ പോക്ക്, തൃശ്ശൂരിലെ മുരളി മന്ദിരത്തിൽ BJP-ക്കാർ കയറിയിറങ്ങുന്നത്, അവിടെ മീറ്റിംഗ് കൂടുന്നത്, ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. കെ കരുണാകരനെയും കല്യാണിക്കുട്ടി അമ്മയും അടക്കിയ തൃശ്ശൂരിലെ മുരളി മന്ദിരത്തില് ഇപ്പൊ ആരാണ്? അവിടെ പത്മജയെ അവിടെ തമ്പടിക്കുന്നു, അവിടെ BJP-ക്കാർ വരുന്നു, അവിടെ യോഗം കൂടുന്നു. മുരളി ആ പിക്ചറിലേ ഇല്ല. ആ വീടിന്റെ പേര് മുരളി മന്ദിരം എന്നാണ്. മുരളിയുടെ പേരിൽ കരുണാകരനിട്ട പേരാണ് മുരളി മന്ദിരം. അവിടെ ഇപ്പൊ പത്മജയാണ് കാര്യങ്ങൾ നോക്കുന്നത്. അതൊരു BJP ഓഫീസ് പോലെ മാറിയിട്ടുണ്ട്. ഇതിനെ തൃശ്ശൂരിലെ വോട്ടർമാർ എങ്ങനെ കാണുന്നു? അപ്പൊ പ്രതാപൻ നേടിയ വോട്ട് ബാങ്ക് നിലനിർത്താൻ മുരളിക്ക് കഴിയുമോ? ദാറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത്തരം നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണ് VS സുനിൽകുമാർ. പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനെതിരെ ഒന്നും പറയാൻ ആർക്കുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഈ തിരഞ്ഞെടുപ്പ് ഈ 3 സ്ഥാനാർത്ഥികളിൽ മികവ്, സ്വീകാര്യത ഏറ്റവും കൂടുതൽ VS സുനിൽകുമാറിനാണ്. അത് വോട്ടായി മാറുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഞങ്ങളതിൻ്റെ വിലയിരുത്തൽ പറയുകയാണ്. ഇപ്പൊ സുരേഷ് ഗോപി പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ, VS സുനിൽകുമാർ പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഇതിങ്ങ് എടുക്കുക, ഏത് തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക സുരേഷ് ഗോപി എന്ന് സുനിൽകുമാറിന് പറയേണ്ടി വരുമോ? അപ്പൊ മുരളി ഗോപി ഭരിക്കുമോ? ഇതാണ് തൃശ്ശൂരിൻ്റെ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരത്തിന്റെ അവസാന ലാപ്പ് ഇതാണ്. ഇതിന്റെ മറ്റു കാര്യങ്ങൾ, ആ തൃശ്ശൂർ മണ്ഡലത്തിന്റെ മറ്റ് പ്രത്യേകതകൾ, കാര്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ വിശകലനം ചെയ്യുന്ന നമ്മുടെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ കാര്യൻ രവി വിശദീകരിക്കും. കേരളത്തിലെ എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളെയും പോലെ തൃശ്ശൂർ ഏറെ ശ്രദ്ധിക്കപ്പെട്ടൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് സംസ്ഥാനത്തിൻ്റെ ഒരു സാംസ്കാരിക തലസ്ഥാനം എന്ന നിലയിൽ തൃശ്ശൂർ നഗരം, തൃശ്ശൂരിലെ വടക്കുംനാഥ ക്ഷേത്രം, ഗുരുവായൂർ അമ്പലം, ഇതെല്ലാം ഇന്ത്യയിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയും ആളുകൾ വളരെ ശ്രദ്ധാപൂർവം സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. കാരണം 952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഈയുണ്ണി ചാലക്ക എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് ജയിച്ചത്. എന്നാൽ അതിൽ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ആളുകൾക്ക് താല്പര്യം തോന്നുന്നൊരു ആ തെരഞ്ഞെടുപ്പിൽ തോറ്റയാൾ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയാണ്. 13,000 വോട്ടിനാണ്, 13,938 വോട്ടിനാണ് മുണ്ടശ്ശേരി മാഷ് തോറ്റുപോയത്. 57-ലും 62-ലും 67-ലും 71-ലും 77-ലും 80-ലും അവിടെ CPI സ്ഥാനാർത്ഥികളാണ് ജയിച്ചത്. 57-ൽ KK വാര്യർ, 57-ലും 62-ലും 67-ലും 71-ലും C ജനാർദ്ദനൻ, 77-ലും 80-ലും KA രാജൻ. ഇതായിരുന്നു അന്നത്തെ CPI സ്ഥിതി. 971-ൽ C ജനാർദ്ദനെതിരായി മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാൾ CPM-ലെ KP അരവിന്ദാക്ഷനായിരുന്നെങ്കിലും ഏറെ ശ്രദ്ധിക്കപ്പെടുന്നൊരു സംഗതി, 971-ൽ തൃശ്ശൂർ മണ്ഡലത്തിൽ പ്രശസ്തനായ രാമു കാര്യാട്ട് എന്ന ചലച്ചിത്രകാരൻ സ്വതന്ത്രനായി മത്സരിച്ചു. 6,364 വോട്ട് മാത്രമാണ് രാമു കാര്യാട്ടിന് ആ തെരഞ്ഞെടുപ്പിൽ നേടാനായത്. 977-ലും KP അരവിന്ദാക്ഷനായിരുന്നു CPM സ്ഥാനാർത്ഥി KA രാജനെതിരായി. 80-ൽ KA രാജനെതിരായി മത്സരിച്ചത് PP ജോർജ്, കോൺഗ്രസിലെ പ്രമുഖനായ മുൻമന്ത്രിയായിരുന്ന PP ജോർജാണ്. 84-ൽ ചിത്രം മാറി. കോൺഗ്രസിലെ PA ആൻ്റണിയോട് മുൻ മന്ത്രിയായിരുന്ന
വി രാഘവൻ തോൽവി സമ്മതിക്കേണ്ടി വന്നു. 89-ലും പി ആൻ്റണി ആയിരുന്നു തൃശ്ശൂരെ പ്രതിനിധീകരിച്ചത്. അന്ന് 89-ൽ പി ആൻ്റണിക്കെതിരെ മത്സരിച്ചത് പ്രൊഫസർ മീനാക്ഷി തമ്പാനായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും വന്നു. ബി ജെ പിയുടെ പ്രമാണിയായിരുന്ന സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന കെ വി ശ്രീധരനാണ് അന്ന് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 38,000 വോട്ടാണ് ബി ജെ പിക്ക് മൊത്തം പിടിക്കാൻ കഴിഞ്ഞത്. 91-ലെ തെരഞ്ഞെടുപ്പിൽ ആണ് പി സി ചാക്കോ തൃശ്ശൂരിൽ വരുന്നത്. പി സി ചാക്കോയും കെ പി രാജേന്ദ്രനും തമ്മിലായിരുന്നു മത്സരം. സി പി ഐയിലെ കെ പി രാജേന്ദ്രൻ 29,000 വോട്ടിനാണ് പി സി ചാക്കോ ജയിച്ചത്. അന്ന് ബി ജെ പിയുടെ ഈ രഘുനന്ദനൻ 38,000 വോട്ട് പിടിച്ചു. 96-ലും 98-ലെയും തെരഞ്ഞെടുപ്പുകൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. 2 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി വന്നത് സി പി ഐ നേതാവ് വി രാഘവനാണ്. 96-ലെ തെരഞ്ഞെടുപ്പിൽ വി തോൽപ്പിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനെയാണ്. 98-ലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ കെ മുരളീധരനെയും. അങ്ങനെയൊരു സവിശേഷത ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ ഉണ്ട്. അത് വിക്ക് തൃശ്ശൂരിൽ നിന്നും അവകാശപ്പെട്ടൊരു സാധനമാണ്. 99-ൽ വിയെ എ സി ജോസ് പരാജയപ്പെടുത്തി. 2004-ൽ സി കെ ചന്ദ്രപ്പൻ എ സി ജോസിനെ പരാജയപ്പെടുത്തി. അത് കഴിഞ്ഞ് 2009-ൽ പി സി ചാക്കോ, 2014-ൽ സി എൻ ജയദേവൻ, 2019-ൽ ടി എൻ പ്രതാപനും ആണ് അവിടെ നിന്നും ജയിച്ചത്. 2004-ൽ സി കെ ചന്ദ്രപ്പൻ ജയിക്കുമ്പോൾ 46,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അന്ന് ബി ജെ പി 72,000 വോട്ടാണ് ആ തെരഞ്ഞെടുപ്പിൽ മൊത്തം പിടിച്ചത്. എ സി ജോസാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത്. 2009-ൽ 25,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് പി സി ചാക്കോ തൃശ്ശൂരിൽ വിജയിച്ചത്. അന്ന് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് 25,000 വോട്ടാണ്. പി സി ചാക്കോ ജയിക്കുന്ന 72,000 വോട്ടിനാണ്. 2014-ൽ സി എൻ ജയദേവൻ 38,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കെ പി ധനപാലനെയാണ് തോൽപ്പിക്കുന്നത്. അന്നും ബി ജെ പി സംഘടനാശേഷി കൊണ്ട് നല്ല തെരഞ്ഞെടുപ്പ് പ്രകടനം കാഴ്ചവെച്ച ഒരു സ്ഥലമാണ് ഈ തൃശ്ശൂർ. അന്ന് കെ പി ശ്രീശനാണ് അന്ന് സ്ഥാനാർത്ഥി. 1,02,000 വോട്ടന്ന് ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീശൻ പിടിച്ചു. 2019-ൽ ടി എൻ പ്രതാപൻ 93,500 വോട്ടിനാണ് ജയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 93,633 വോട്ടിന്. അന്ന് സി പി ഐയിലെ രാജാജി മാത്യു തോമസാണ് പരാജയപ്പെട്ടത്. ആ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് 40% വോട്ട് കിട്ടി. സി പി ഐ സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് 35%. ഇപ്പോൾ വീണ്ടും അവിടെ മത്സരിക്കുന്ന സുരേഷ് ഗോപി അന്ന് 28% വോട്ട് നേടി. വോട്ട് എന്ന് പറഞ്ഞാൽ 2,93,000 വോട്ട് സുരേഷ് ഗോപി ആ തെരഞ്ഞെടുപ്പിൽ അവിടെ നേടിയിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ മത്സരം വളരെ കേരളം മൊത്തം ശ്രദ്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങളിലൊന്നായി തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലം മാറി. എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് വി എസ് സുനിൽകുമാറാണ്. സ്വാഭാവികമായി തൃശ്ശൂരിൽ എം എൽ എ ആയിരുന്നയാളാണ്. തൃശ്ശൂരിൽ നിന്ന് മന്ത്രിയായ ആളാണ്. ദീർഘകാലം തൃശ്ശൂർ നഗരത്തിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ വളരെ സുപരിചിതനായ ഒരാളാണ് തൃശ്ശൂരിൽ സുനിൽകുമാർ. അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നത് കെ മുരളീധരനാണ്. സ്വാഭാവികമായും ശ്രീ കെ കരുണാകരൻ്റെ തട്ടകമാണ് തൃശ്ശൂർ. അവിടെയാണ് മുരളീധരൻ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി എത്തുന്നത്. കഴിഞ്ഞ തവണത്തിൽ നിന്നും വ്യത്യസ്തമായി വടകരയിൽ നിന്നും മാറിയാണ് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത്. രണ്ടാം അംഗത്തിന് സുരേഷ് ഗോപി ആണ് വീണ്ടും ബി ജെ പി അവിടെ ഇറക്കിയത്. ഈ മൂന്നാളുടെയും തെരഞ്ഞെടുപ്പ് മത്സരം വളരെ കേരളത്തിലെ 20
നിയമസഭാ മണ്ഡലങ്ങൾ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ലെയും മത്സരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി തൃശ്ശൂർ മണ്ഡലം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്നാൽ അതിൽ കോൺഗ്രസും LDFും തമ്മിലുള്ള മത്സരം കുറേ കൂടി പോരാട്ടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തുകയും ആ മത്സരത്തിൽ ഇടയിൽ BJP എന്തായിരിക്കും ഇതിനകത്ത് റോള് വഹിക്കുക എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.